എവരിഡേ ബ്ലെസ്സിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് ദൈവത്തിൻ്റെ ഒരു ശബ്ദം കേൾക്കുവാൻ നമുക്ക് ഒരുങ്ങാം. സദൃശവാക്യം 4 അതിൻ്റെ 1 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് ചിന്തിക്കാം പെട്ടെന്ന്. എൻ്റെ മകളെ, അപ്പൻ്റെ പ്രബോധനം കേൾക്കുവീൻ, വിവേകം പ്രാപിക്കേണ്ടതിന് ശ്രദ്ധിക്കുവീൻ. ഞാൻ നിങ്ങൾക്ക് നല്ല പ്രബോധനം തരുന്നു, എൻ്റെ ഉപദേശം നിങ്ങൾ ഉപേക്ഷിക്കരുത്. ഞാൻ എൻ്റെ അപ്പനും മകനും എൻ്റെ അമ്മയ്ക്ക് പിഞ്ചോമനയും ഏകപുത്രനും ആയിരിക്കുന്നു. അവൻ എന്നെ പഠിപ്പിച്ച് എന്നോട് പറഞ്ഞത്, എൻ്റെ വചനങ്ങൾ നിന്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊള്ളുക, എൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുക. ഒന്നാമത്തെ സ്വർഗത്തിലെ ദൈവം ഒന്നാമത്തെ ആമേൻ സ്തോത്രം കാര്യം പറഞ്ഞത്, പഠിപ്പിച്ചത്, എൻ്റെ വചനങ്ങൾ നിന്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊള്ളുക, എൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുക. ഒന്നാമത്തെ കാര്യം, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ അടിത്തട്ടിൽ ആമേൻ സംഗ്രഹിച്ചു കൊള്ളുക എന്ന് പറഞ്ഞാൽ, വചനം നമ്മുടെ ഹൃദയത്തിനകത്ത് ആമേൻ സംഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ, വചനം ആമേൻ നമ്മൾ അറിഞ്ഞിരിക്കണം. വചനം നമ്മുടെ അകത്ത് ആമേൻ വേണം. ഈ വചനം നമുക്ക് ആമേൻ വിടുതലും, തക്ക സമയത്തൊരു പ്രശ്നം വരുമ്പോൾ നമ്മുടെ അകത്ത് കിടക്കുന്ന ആത്മാവിൻ്റെ വാളായിരിക്കുന്ന തിരുവചനം നമ്മളെ ആമേൻ ആ വചനം തക്ക സമയത്ത് നമുക്ക് എടുത്ത് പ്രയോഗിക്കുവാൻ സ്വർഗം ഇടയാക്കി തരും. ഒരു പ്രശ്നം വരുമ്പോൾ, ഒരു രോഗം വന്ന് നമ്മളെ ആഞ്ഞടിക്കുമ്പോൾ, അല്ലെ വിഷയങ്ങൾ നമ്മുടെ മുന്നിൽ വരുമ്പോൾ, അതിനായ തക്ക വചനം നമ്മുടെ ഹൃദയത്തിനകത്തുണ്ടെങ്കിൽ ആ വചനം എഴുന്നേറ്റ് നമുക്കെതിരായി ആമേൻ പ്രവർത്തിക്കും. നമുക്കെതിരെ വരുന്നതിനെ തകർത്ത് കളയുവാൻ ഇടയായി തീരും. ഹല്ലേലൂയ, സ്തോത്രം. വചനം നമ്മളെ ആശ്വാസം നൽകുന്നു. വചനം നമുക്ക് ആമേൻ സൗഖ്യം നൽകുന്നു. നമ്മുടെ ആമേൻ അസ്ഥികൾക്ക് ഒക്കെ വിടുതൽ ആമേൻ വചനം നൽകുന്നു. ഹല്ലേലൂയ. നമ്മുടെ പ്രശ്നങ്ങൾക്ക് ഒക്കെ ആമേൻ പരിഹാരം തരുന്നത് തിരുവചനമാണ്. ആ വചനത്തെ നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കുക, ആമേൻ നിക്ഷേപിക്കുക. തക്ക സമയത്ത് ആ വചനം നമ്മളെ വിടുവിച്ച് വെളിയിൽ കൊണ്ടുവരും. ഹല്ലേലൂയ. എൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുക. അടുത്തത്, ദൈവത്തിൻ്റെ കൽപ്പനകൾ. പുതിയ നിയമത്തിനകത്ത് ദൈവം തന്നിരിക്കുന്ന, അപ്പോസ്തലന്മാരിൽ കൂടെ തന്നിരിക്കുന്ന ആമേൻ കൽപ്പനകളുണ്ട്. അതനുസരിച്ച് ജീവിക്കുക എന്ന് തിരുവചനം പറയുന്നു. നമ്മൾ കർത്താവിൻ്റെ വചനം അകത്ത് സംഗ്രഹിച്ചു കഴിഞ്ഞാൽ അടുത്തത് ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിച്ച് ജീവിക്കുക. ജീവിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ കൽപ്പനകൾ വേണം. ഹല്ലേലൂയ. അപ്പോസ്തലന്മാരിൽ കൊടുത്തിരിക്കുന്ന കൽപ്പനകളുണ്ട്. രക്ഷിക്കപ്പെടുക, സ്നാനമേൽക്കുക, ആത്മാവിൻ്റെ അഭിഷേകത്തിൽ കയറുക, ആത്മാവിൽ കയറുക. ഇങ്ങനെ കിടക്കുന്ന കൽപ്പനകൾ ആമേൻ ശിഷ്യന്മാരിൽ കൂടെ തന്നിരിക്കുന്ന, അപ്പോസ്തലന്മാരായിരിക്കുന്ന ആമേൻ ശിഷ്യന്മാരിൽ കൂടെ തന്നിരിക്കുന്ന കൽപ്പനകളുണ്ട്. ഇതനുസരിച്ച് ജീവിക്കുവാൻ നമ്മളെ ദൈവം ഇടയാക്കും. ഇന്ന് പകൽക്കാലം അപ്പൻ്റെ കൽപ്പനകളെ അനുസരിച്ച് ജീവിക്കുക. ഇന്ന് പകൽക്കാലം ആമേൻ തിരുവചനങ്ങളെ ഹൃദയത്തിന് ഉള്ളിൽ സംഗ്രഹിച്ചു കൊള്ളുക. തക്ക സമയത്ത് ആമേൻ സ്തോത്രം അത് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വാളായി തിരുവചനം എടുത്ത് നമുക്കെതിരെ വരുന്ന എല്ലാ ആമേൻ പൈശാചിക ഇടപാടുകളിൽ നടത്തുന്നു, പൈശാചിക പോരാട്ടത്തിനകത്തുനിന്നും ആത്മാവിൽ പോരാടുവാൻ ദൈവം ഇടയാക്കും. ഹല്ലേലൂയ. ഈ വചനങ്ങളാൽ ദൈവം ആമേൻ നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുമാറാകട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, പുത്രനായ യേശുവിൻ നാമത്തിൽ എന്നെ കേട്ടോണ്ടിരിക്കുന്ന, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരെയും ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കണേ. സമാധാനവും സ്വസ്ഥതയും എല്ലാവിടുന്ന് പകരണമേ, വിടുതൽ നൽകണമേ. രോഗികൾ സൗഖ്യമാകട്ടെ, വിടുതൽ പ്രാപിക്കട്ടെ. ഇന്നത്തെ ദിവസം സകലതും അവരുടെ കയ്യാൽ അനുഗ്രഹമായി മാറട്ടെ.
യേശു നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു.